മക്കളെ, ഇന്ന് നമുക്ക് 5ാം ക്ലാസ്സിൻ്റെ എക്സാമിന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്ന് നോക്കാം. നിങ്ങൾക്ക് എക്സാമിന് വരുന്ന രീതിയിലുള്ള മോഡലാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾക്ക് ഇനി ആഗസ്റ്റ് ഒരു 13-ന് ശേഷം എക്സാം ആണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ പാഠങ്ങളും എക്സാമിന് വരുന്ന എല്ലാ പാഠങ്ങളും നന്നായിട്ട് പഠിക്കണം. അതിൻ്റെ ഒരു മോഡൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എക്സാമിന് നല്ല മാർക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഇവിടെ വരുന്നത് ധൂപ് ആഗയി കവിത കാ അംശ പഠിയും ആർ പ്രശ്നോക്കെ ഉത്തർ ലിഖിയും. ധൂപ് ആഗയി എന്ന കവിതയുടെ ഭാഗം വായിക്കുക, എന്നിട്ട് താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നാണ് പറഞ്ഞത്. താഴെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? പങ്ക്തിയാം സഹി രൂപസേ ലിഖിയും. പങ്ക്തി എന്ന് പറഞ്ഞാൽ വരികൾ. പങ്ക്തിയാം സഹി രൂപസേ ലിഖിയും, വരികൾ ശരിയായ രൂപത്തിൽ എഴുതുക. ഇവിടെ തന്നിരിക്കുന്ന വരികൾ ഓർഡർ തെറ്റിച്ചിട്ടാണ് തന്നിരിക്കുന്നത്. കണ്ടോ? ഇവിടെ ഓർഡറിലല്ല, ഓർഡർ തെറ്റിച്ചാണ് തന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ശരിയായ രൂപത്തിലേക്ക് മാറ്റി എഴുതണം. അപ്പം നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഡണ്ടി ഡണ്ടി ഹവാ ബഹുരഹി, ബഹക്കി ബഹക്കി വഹ് ഗൂം രഹി, ആയി ചിടിയാം ഉടുത്തി ഉടുത്തി, ചഹക്കിയും ഫുദാക്ക് ഫുദാക്ക് കർ വേ ബി. നമ്മൾ പഠിച്ച കവിത എങ്ങനെയാണോ? അല്ല, എങ്ങനെയാണ് വരുന്നത്? ഹവാ ബഹുരഹി ഡണ്ടി ഡണ്ടി, അല്ലേ? അങ്ങനെയല്ലേ വരുന്നത്? ഹവാ ബഹുരഹി ഡണ്ടി ഡണ്ടി. അടുത്ത വരി വരുന്നത് എങ്ങനെയാണ്? घूम रही वह, घूम रही वह बहकी बहकी, अല്ലേ? घूम रही वह बहकी बहकी. അടുത്തതോ? ഉടുത്തി ഉടുത്തി ആയി ചിടിയാം, അല്ലേ? ഉടുത്തി ഉടുത്തി ആയി ചിടിയാം. അടുത്തത് ഫുദക് ഫുദക് കർ വേ ബി ചഹക്കീം, ഫുദക് ഫുദക് കർ വേ ബി ചഹക്കീം. അപ്പം നമ്മൾ അവിടെ തന്നിരിക്കുന്ന തെറ്റായ രീതിയിലുള്ളത് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ശരിയായ രീതിയിലേക്ക് മാറ്റി എഴുതി, അല്ലേ? അപ്പം നമ്മൾ ആ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ചോദ്യം നോക്കാം. കോൻ ഉടുത്തി ഉടുത്തി ആയി ഹേ. ആരാണ് പറന്നു പറന്നു വന്നത്? ആരാ വന്നത്? ധൂപ്, കലി, തിത്തലി, ചിടിയ. വെയില്, കലി പൂമൊട്ട്, തിത്തലി പൂമ്പാറ്റ, ചിടിയ പക്ഷി. ആരാണ് ഇവിടെ പറന്നു വന്നത്? ചിടിയ, അല്ലേ? പക്ഷിയാണ് ഇവിടെ പറന്ന് വന്നത്, ചിടിയ. ഇനി സൂചന. പിള്ള കവിത കാ യഹ് അംശ പഠേം. പിള്ള എന്ന കവിത നമ്മൾ പഠിച്ചതാണല്ലോ. ആ പിള്ള എന്ന കവിതയിലെ തന്നിരിക്കുന്ന ഭാഗം വായിക്കുക, പ്രശ്നോക്കെ ഉത്തർ ലിഖിയും, ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. പങ്ക്തിയാം സഹി രൂപസേ ലിഖിയും. ഇവിടെയും പറഞ്ഞിരിക്കുന്ന എന്താണ്? ശരിയായ രീതിയിലേക്ക് ഈ വരികളെ മാറ്റി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ തന്നത് വായിക്കാം. ഏക് പിള്ള നീതു കാഥ, അനേക് ഉസ്കെ രുയേ ബദൻ പേ, ചോട്ടി ടാങ്കേ പൂഞ്ച് ലെമ്പി, വഹ് ലടുത്താദ മക്കീസെ. അപ്പൊ നോക്കാം. നീതു കാഥ പിള്ള ഏക്, അല്ലെ? അങ്ങനെ നമ്മൾ പഠിച്ചത്. നീതു കാഥ പിള്ള ഏക്, ബദൻ പേ ഉസ്കെ രുയേം അനേക്, ചോട്ടി ടാങ്കേം ലെമ്പി പൂഞ്ച്, മക്കി സേ വഹ് ലടുത്താദ, അല്ലേ? അങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ നമുക്കൊന്നും കൂടെ വായിച്ചു നോക്കാം. നീതു കാഥ പിള്ള ഏക്, ബദൻ പേ ഉസ്കെ രുയേം അനേക്, ചോട്ടി ടാങ്കെ ലെമ്പി പൂഞ്ച്, മക്കി സേ വഹ് ലടുത്താദ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് പഠിക്കാനുള്ള കവിത അത്രയും നന്നായിട്ട് വായിച്ച് ഓരോ വരിയും എങ്ങനെയാണ് വരുന്നത് എന്ന് നിങ്ങൾ വായിച്ച് പഠിച്ചു വെക്കണം. എങ്കിലാണ് തെറ്റിച്ച് തന്നാൽ നിങ്ങൾക്കത് ശരിയാക്കി എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ ഇനി അടുത്ത ചോദ്യം നോക്കാം. പിള്ള കിസ്കെ ലടുത്താദ.
ഇവിടെ പിള്ള ആരോട് മല്ലിടുന്നു അല്ലെങ്കിൽ ആരോട് യുദ്ധം ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്? ആരുമായിട്ട് പൊരുതുന്നു എന്നാണ് പറഞ്ഞത്? നീതു, തിത്തലി, മക്കി, പത്തും. ഏതാണ്? മക്കിയാണ് അല്ലെ? ഈച്ചയോടാണ് പൊരുതാറുണ്ട് എന്ന് പറഞ്ഞത്. മക്കി സേവഹ് ലെടുത്താതാ. കണ്ടോ, ഈ വരി തന്നെ ഉണ്ട് മക്കി. മക്കി സേവഹ് ലെടുത്താതാ. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റിയാണ് ചിത്ര പഹ്ചാനെ ഓർ ശബ്ദ ചുൻകർലിക്ക്. ചിത്രം തിരിച്ചറിഞ്ഞിട്ട് അതിൻ്റെ ശബ്ദ തിരഞ്ഞെടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഖുഷി കോ ഏക് ബോൾ ഹെ. एक दिन वह अपने ബോൾ ലേക്കർ താലാബ് മേ ഗയി. എന്താണ് ഇവിടെ വരുന്നത്? താലാബ് അല്ലേ? ഇത് താലാബാണ്. ഇവിടെ താഴെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് എഴുതേണ്ടതെന്ന് തന്നിട്ടുണ്ട്. ബോൾ, മാൻടക്ക്, ബഗുള, കേക്കട, താലാബ്. നമ്മളിത് അതാത് സ്ഥാനത്തേക്ക് എഴുതി കൊടുത്താൽ മാത്രം മതി കേട്ടോ. താലാബ് എവിടെ എഴുതണം? താലാബ് എന്ന് ഇവിടെ എഴുതണം അല്ലേ? പിന്നെ ഇവിടെയോ മച്ചിലിന്ന് എഴുതണം. ഇവിടെ മച്ചിലിന്ന് എഴുതണം. പിന്നെയോ ഇതെന്താണ്? മേണ്ടക്ക് അല്ലേ? മേണ്ടക്ക്. മേണ്ടക്ക് ഇവിടേക്ക് എഴുതണം. പിന്നെ കേക്കട, ഇതാണ് കേക്കട. ഞണ്ടിനാണെന്ന് പറയുന്നത് കേക്കട എന്ന് പറയുന്നത്. അപ്പൊ അവിടേക്ക് എഴുതണം. പിന്നെ വരുന്നത് ബഗുളയാണ് അത്. ബഗുള. ബഗുളാന്ന് ഈ സ്ഥാനത്തേക്ക് ബഗുളാന്ന് എഴുതാം. അങ്ങനെ ഓരോന്നും ചേർത്തിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പൊ എഴുതിയത് നമുക്ക് വായിച്ചു നോക്കാം. ഖുഷിക്കോ ഏക് ബോൾ ഹെ. ഖുഷിക്കോ ഏക്ക്. ഇവിടെ കണ്ട ഖുഷിക്കോ ഏക്ക്. ഈ ബോളിന്റെ സ്ഥാനത്ത് എന്ത് ചെയ്തു? ബോൾ എഴുതി. ഏക് ദിൻ വഹ് അപ്പനെ ബോൾ ലേക്കർ താലാബ് മേ ഗയെ. താലാബ് കണ്ട? താലാബ് മേ ഗയെ. तालाब में तरह तरह के मछलियां, मेंढक और केकड़ा है. मछलियां, मेंढक, केकड़ा. कണ്ടോ? मछलियां, मेंढक और केकड़ा है. उसी समय वहां एक ബഗുള ആയ. കണ്ടോ? അവിടെ ബഗുളയ്ക്ക് പകരം, ഈ ചിത്രത്തിന്റെ പകരം നമ്മൾ ബഗുള എന്ന് എഴുതി കൊടുക്കുക. ബഗുള ആയ. ഇങ്ങനെയാണ് നിങ്ങൾ എക്സാമിന് വന്നാൽ എഴുതേണ്ടത്. മനസ്സിലായില്ലേ? അത് ഫുള്ളായിട്ട് എഴുതണം. ആ ചിത്രത്തിന്റെ സ്ഥാനത്തേക്ക് ചിത്രത്തിന്റെ പേരും എഴുതി കൊടുക്കുക. എന്നിട്ട് ഇതുപോലൊരു പാരഗ്രാഫ് അങ്ങോട്ട് ഉണ്ടാക്കി എഴുതാം. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് 5 മാർക്കാണ് അങ്ങനെ ചെയ്താൽ കിട്ടാൻ പോകുന്നത്. ഇനി അടുത്തത് മൂന്നാമത്തെ ആക്ടിവിറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സൂചന ചിത്രതേക്കേ. ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട് അല്ലേ? ഇവിടെ ഒരു ചിത്രം തന്നിട്ട് ഓരോ സ്ഥാനങ്ങളിലും നമ്പർ ഇട്ടത് കണ്ടോ? ഇവിടെയൊക്കെ 1 എന്നുള്ള നമ്പറാണ് അല്ലേ? ഇവിടെ ഫുൾ 1 നമ്പർ. ഈ സൂര്യകാന്തി പൂവിന് ഫുള്ളായിട്ട് ഇതിനൊക്കെ 1 എന്ന നമ്പറാണ് തന്നിരിക്കുന്നത്. പിന്നീട് ഈ റൗണ്ടിൽ 4 തന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു റൗണ്ടൊക്കെ 4 ഉണ്ട് അല്ലേ? 2 എന്ന നമ്പർ ഉണ്ട്. അപ്പം നിങ്ങൾ കണ്ടല്ലോ, നമ്പറുകളൊക്കെ കണ്ടല്ലോ. അപ്പം നമുക്ക് എന്താണ് ഈ താഴെ തന്നിരിക്കുന്നത് നോക്കാം. നിർദ്ദേശിക്കേ അനുസാർ രംഗ് ബരയും എന്നാണ് പറഞ്ഞത്. ഇവിടെ തന്നിരിക്കുന്ന നിർദ്ദേശം അനുസരിച്ചിട്ട് ഈ ചിത്രത്തിന് നിറം കൊടുക്കാനാണ് പറഞ്ഞത് കേട്ടോ. നിർദ്ദേശിക്കേ അനുസാർ രംഗ് ബരയും പറഞ്ഞാൽ ഇവിടെ തന്നിരിക്കുന്ന നിർദ്ദേശം അനുസരിച്ചിട്ട് മുകളിലുള്ള ചിത്രത്തിന് നിറം കൊടുക്കുക എന്നാണ്. അപ്പം നമുക്ക് ഏതൊക്കെ നിറമാണ് കൊടുക്കേണ്ടത്? ഒന്നാമത്തെ നമ്പറിന് പീല, മഞ്ഞ നിറം. പീല പറഞ്ഞ എന്താണ്? മഞ്ഞ. അപ്പം നിറത്തിന്റെ പേര് നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. പീല പറഞ്ഞ മഞ്ഞയാണ്. അപ്പം ഈ 1 എന്ന നമ്പറിലൊക്കെ നമ്മൾ മഞ്ഞ നിറം കൊടുക്കണം. 1 എന്നുള്ള നമ്പറിലൊക്കെ ഏത് നിറം കൊടുക്കണം? മഞ്ഞ നിറം. നമുക്കൊന്ന് കൊടുത്തു നോക്കിയാലോ? മഞ്ഞ നിറമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ 1 എന്ന നമ്പറിലൊക്കെ കൊടുക്കേണ്ടത്. മനസ്സിലായോ? ഇതിലൊക്കെ മഞ്ഞ നിറം കൊടുക്കുക. ഇവിടെ മഞ്ഞ കൃത്യമായിട്ട് കൊടുക്കണം. എക്സാമിന് വരുമ്പോട്ടോ അത് നമ്മൾ വെറുതെ ഇങ്ങനെ കൊടുക്കുകയാണ്. ഇതിലൊക്കെ മഞ്ഞ നിറം കൊടുക്കുക. ഇവിടെ ഇതിൽ ഫുള്ള് മഞ്ഞ നിറം കൊടുക്കുക. ഇതിലൊക്കെ ഫുള്ള് മഞ്ഞ നിറം കൊടുക്കുക. ഇനി ഒന്ന് വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ഇനി അടുത്തത് നോക്കാൻ പോകുന്നത് ഏതാണ്? പീല പറഞ്ഞാൽ മഞ്ഞയാണ് കേട്ടോ. പീല പറഞ്ഞാൽ മഞ്ഞ. അടുത്തത് നീലയാണ്. രണ്ടാമത്തെ കളർ പറഞ്ഞത് നീലയാണ് കേട്ടോ. രണ്ടാമത്തെ കളർ നീലയാണ് പറഞ്ഞത്. അപ്പം നമുക്ക് രണ്ടാമത്തെ കളർ കൊടുക്കാം. രണ്ടാമത്തെ കളർ ഇവിടെയാണ് നീല. ഇത്ര നീല വേണ്ട കേട്ടോ. അതിൻ്റെ ഒരു വേറെ ലൈറ്റ് നീല എടുത്താൽ മതി. നീല. 2ലൊക്കെ നീല കൊടുക്കുക കേട്ടോ. എവിടെ 2? ഇനി വരുന്ന 2ലൊക്കെ നീല കൊടുക്കണം. ഈ 2 നീല കൊടുക്കണം. അങ്ങനെ നമ്മളിപ്പോൾ 2 എന്നുള്ള നമ്പറിലൊക്കെ നീല കൊടുത്തില്ലേ? അതൊക്കെ മേഘമാണ്. നീല കൊടുത്ത്. ഇനി അടുത്തത് ഏത് നിറമാണ് വരുന്നത്?
ലാൽ ചുമപ്പ് നിറം. മൂന്നിനൊക്കെ ഏത് നിറം കൊടുക്കണം? മൂന്നിനൊക്കെ ചുവപ്പ് നിറം കൊടുക്കണം. ഏത് നിറം കൊടുക്കേണ്ടത്? ചുമപ്പ് നിറാണ് മൂന്നിനൊക്കെ കൊടുക്കേണ്ടത് കേട്ടോ. അപ്പൊ നമുക്ക് 3 നമ്പർ എടുക്കുക, അതിലൊക്കെ ചുവപ്പ് നിറം കൊടുക്കുക. അവിടെ 3 3 ഇതാ 3, ഇത് 3ആണ്, ഇത് 3ആണ്, ഇത് 3ആണ്. മൂന്നിലൊക്കെ ഏത് നിറ പറഞ്ഞത്? ചുവപ്പ് നിറം മൂന്നിനൊക്കെ കൊടുക്കുക. അപ്പൊ നമ്മള് മൂന്നിലൊക്കെ ചുവപ്പ് നിറം കൊടുത്ത്. പിന്നീട് പറഞ്ഞിരിക്കുന്ന ഏതാണ്? പച്ച, പിന്നെ ഹര. പച്ച നിറം കൊടുക്കാൻ പറഞ്ഞിട്ട് 3 അല്ലേ? 3 നീല നിറവും 3 പച്ച നിറം. ഇവിടെ നമ്പർ മാറിപ്പോയതാണ് കേട്ടോ. ഇവിടെ 4ആണ് കേട്ടോ വരിക. ഇവിടെ 4ആണ് വരിക. 4ലാണ് പച്ച നിറം കൊടുക്കേണ്ടി വരിക കേട്ടോ. 4 പച്ച നിറം കൊടുക്കണം. അപ്പൊ നമുക്ക് പച്ച കളർ എടുക്കാം. 4 എന്ന നമ്പറിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? പച്ച നിറം കൊടുക്കാം. 4 നമ്പറിലൊക്കെ പച്ച നിറം കൊടുക്കുക. ഓക്കെ, 4 നമ്പറിലൊക്കെ നമ്മൾ പച്ച നിറം കൊടുത്തു. അപ്പോൾ അത് നിങ്ങൾക്ക് എക്സാമിന് ഇതുപോലൊരു ചോദ്യം വരികയാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ കയ്യിൽ കളർ വെച്ചിട്ട് വൃത്തിയായിട്ട് നല്ല രീതിയിൽ കൊടുക്കട്ടെ. നമ്മളിത് ഈ വൃത്തിക്ക് ഇങ്ങനെ കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ ക്ലാസ് കുറേ ടൈം ആവും. അതുകൊണ്ടാണ് അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് കളർ മാത്രം എടുത്തിട്ട് കൊടുത്തത് കേട്ടോ. അപ്പം എങ്ങനെയാണ് നമുക്ക് നിറം കൊടുക്കേണ്ട ഒരു വർക്ക് വന്നാൽ കൃത്യമായിട്ട് വൃത്തിയിൽ തന്നിരിക്കുന്ന ഈ ചിത്രത്തിന് തന്നിരിക്കുന്ന വട്ടത്തിൻ്റെ ഉള്ളിലൊക്കെ കൃത്യമായിട്ട് കൊടുക്കട്ടോ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. സൂരജ് കാ രംഗ് ക്യാ ഹേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സൂരജ് കാ രംഗ് ക്യാ ഹേ, സൂര്യന്റെ നിറം എന്താണ്? ഈ തന്നിരിക്കുന്നതിൽ സൂര്യന്റെ നിറം എന്താണ് എന്നാണ് ചോദ്യം. പീല, നീല, ലാല്, ഹര. മഞ്ഞ, നീല, ചുവപ്പ്, പച്ച. ഏതാണ് സൂര്യന്റെ നിറം? പീല അല്ലേ? മഞ്ഞ നിറാണ് അല്ലേ സൂര്യന്? പീല. അതാണ്ടോ, പീലയാണ് അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം. ഇനി 4മത്തത്, ചിത്രക്കെ അനുസാർ വാക്യ ലിഖിയേം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ചിത്രം തന്നിട്ടുണ്ട് അല്ലേ? ഈ കുട്ടി എന്താ ചെയ്യുന്നത്? നമുക്ക് ആദ്യം അതിന്റെ ആൻസർ ഇവിടെ തന്നത് ചോയ്സ് ആണ്. നമുക്കിതിൽ എന്ത് ചെയ്യാം? അതിലുള്ള കറക്റ്റ് ആൻസർ ഏതാണെന്നുള്ളത് നോക്കാട്ടോ. ഹസ്ത, ഹസ്ന പറഞ്ഞാൽ ചിരിക്കുക. ചൽത്ത, ചല്ല പറഞ്ഞാൽ നടക്കുക. കൂതുത്ത, കൂതുന പറഞ്ഞാല് ചാടുക. ഗഡ, ഗഡ പറഞ്ഞാൽ നിൽക്കുക. ദൗഡ്ത്ത എന്ന് പറഞ്ഞ ഓടുക. അപ്പൊ ഇവിടെ എന്തൊക്കെ ചിത്രമുണ്ട്? ഓടുന്ന ചിത്രമുണ്ട്, നടക്കുന്ന ചിത്രമുണ്ട്, നിൽക്കുന്നതുണ്ട്, ചിരിക്കുന്നതുണ്ട്, ചാടുന്നതുണ്ട് അല്ലെ? അപ്പൊ ഓരോന്നിനും അതിൻ്റെതായ സ്ഥലത്തേക്ക് നമ്മൾ എടുത്തെഴുതണം. അപ്പൊ അസ്ത, ഒന്നാമത്തെ എന്താണ്? അസ്ത എന്നാണ് അല്ലേ? അപ്പൊ ഇവിടുന്നല്ലേ ചിരിക്കുന്നത്. അപ്പൊ ഇവിടേക്ക് എന്ത് ചെയ്യാ? ലടുക്ക, ലടുക്ക, അസ്ത, ഹേ എന്നുള്ളതിന് അസ്ന എന്നുള്ള നമ്മൾ ഇവിടേക്ക് എഴുതാം. കണ്ടോ? ലടുക്ക ഏതാണ് വരിക? ഹസ്ത. അതാണ് നമ്മൾ ഇവിടേക്ക് എഴുതേണ്ടത് കേട്ടോ. ലടുക്ക, അസ്ത, ഹേ. പിന്നെ അടുത്ത എന്താണ്? ചൽത്ത എന്നാണ്. നടക്കുന്നത് എവിടെ? നടക്കുന്നത് ദൗഡ്ത്ത, ഓടുന്നത്. ഇതാ ഓടുന്ന ചിത്രാണിത്. നടക്കുന്നത്, ഇതാ നടക്കുന്നത്. കണ്ടോ? അപ്പൊ ഈ ചൽത്ത എന്നുള്ള എങ്ങോട്ടാ വരിക? ഇവിടെയാണ് വരിക. ഇവിടെയാണ് നടക്കുന്നത്. നടക്കുന്നു. കൂതുത്ത, ചാടുന്നു. ഇവിടെ ചാടുന്നത്, ഇതാ ചാടുന്നു. കൂതുത്ത ഇവിടെ ചാടുന്നുണ്ട്. കണ്ടോ? ഗഡ, നിൽക്കുന്നു. നിൽക്കുന്നത് ഗഡ. കണ്ടോ? നിൽക്കുന്നു. ദൗഡ്ത്ത, ദൗഡ്ത്ത പറഞ്ഞ ഓടുക. ദൗഡ്ത്ത, കണ്ട? ഓടുന്നു. ദൗഡ്ത്ത ഓടുന്നു. അതൊക്കെ ഇവിടേക്ക് എഴുതിയതാണ്. ഇത് ലടുക്ക, ചൽത്താ ഹേ, ലടുക്ക, ദൗഡ്ത്താ ഹേ, ലടുക്ക, ഗഡാ ഹേ, ലടുക്ക, അസ്താ ഹേ, ലടുക്ക, കൂത്താ ഹേ. ഒന്നാമത്തെ ചിത്രം എന്താണ്? നടക്കുകയാണ് അല്ലെ? ചൽത്താ ഹേ. രണ്ടാമത്തെ ചിത്രം ഓടുകയാണ്, ദൗഡ്ത്താ ഹേ. മൂന്നാമത്തെ ചിത്രം നിൽക്കുകയാണ്, ഗഡാ ഹേ. നാലാമത്തെ ചിത്രം ചിരിക്കുകയാണ്, അസ്താ ഹേ. അഞ്ചാമത്തെ ചിത്രം ചാടുന്നു, കൂതുത്താ ഹേ. ഉണ്ടാ? ഒക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി 5മത്തെ ആക്ടിവിറ്റി, വർഷ ആയി കവിതാക്കി പങ്ക്തിയാ ക്രമസേ ലിഖേ. വർഷ ആയി എന്ന കവിത നിങ്ങൾക്ക് എടുത്തതല്ലേ? അതിലെ വരികൾ എന്ത് ചെയ്യണം? ക്രമത്തിൽ എഴുതണം. നദി നാലിയ ഉമ്മട് രഹി ഹേ റിഞ്ചിൻ റിഞ്ചിം, ധർത്തി കി സബ് പ്യാസ് ബുജായി
ബഹേ ഹുയേ ഹേ താൾ തൈലയ്യാം റിഞ്ചിം റിഞ്ചിം വർഷമായി ശ്യാമഘടായ ഗുമട് രഹി ഹേ ഗൂം രഹി താത്താ ദയ്യ. അപ്പൊ എങ്ങനെയാണ് വരുന്നത്? റിഞ്ചിം റിഞ്ചിം വർഷായി ധർത്തി കി സബ് പ്യാസ് ബുझായി ശ്യാം ഘട്ടായെ ഗുമട് രഹി ഹേ നദീ നാലിയ ഉമട് രഹി ഹേ. നിങ്ങൾ ചെയ്യേണ്ടത് കവിത ഒക്കെ നന്നായിട്ട് വരികൾ വായിച്ച് പഠിക്കട്ടോ. ഇനി ആറാമത്തെ ആക്ടിവിറ്റിയാണ് ശബ്ദ കോ പഹ്ചാനേം ഓർ ലിഖേം. ഇവിടെ തന്നിരിക്കുന്ന ശബ്ദം തിരിച്ചറിഞ്ഞിട്ട് എഴുതാനാണ് പറഞ്ഞത്. സിംഹ്, ഗർ, ചിടിയ, തിത്തലി, ചാന്ത്. ഈ ചിത്രത്തിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? പേരെഴുതണം. അപ്പൊ ഇവിടെ എല്ലാ പേരും തന്നിട്ടുണ്ട്, അത് ശരിയായിട്ട് നമ്മൾ എഴുതണം. ഒന്നാമത്തെ ചിത്രം എന്താണ്? വീടാണ് അല്ലെ. വീടിന് എന്താ പറയുന്നത്? ഗർ എന്നാണ് പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ ചിത്രത്തിന് ഇത് എഴുതാം, ഗർ എന്ന് എഴുതാം. ഒന്നാമത്തെ ചിത്രം ഗർ ആണ്. രണ്ടാമത്തെ ചിത്രം എന്താണ്? പക്ഷിയാണ് അല്ലെ. അപ്പൊ ചിടിയ, രണ്ടാമത്തെ ചിത്രത്തിന് ചിടിയ ആണ്. രണ്ടാമത്തെ ചിത്രം ചിടിയാണ്. മൂന്നാമത്തെ ചിത്രം എന്താണ് വരുന്നത്? പൂമ്പാറ്റയാണ്. പൂമ്പാറ്റയ്ക്ക് എന്താ പറയുന്നത്? തിത്തലി എന്നാണ് പൂമ്പാറ്റയ്ക്ക് പറയുന്നത്. മൂന്നാമത്തെ ചിത്രം തിത്തലി എന്ന് എഴുതാ. നാലാമത്തെ ചിത്രം എന്താണ് വരുന്നത്? ചാന്ത് അല്ലെ. ചന്ദ്രനാണ് നാലാമത്തെ ചിത്രം. ഇതാ ചാന്ത്. ഇതാണ് നാലാമത്തെ ചിത്രമായിട്ട് വരുന്നത്. ഇനി അഞ്ചാമത്തെ ചിത്രം സിംഹമാണ്. സിംഹം. സിംഹത്തിന് എന്താ പറയുന്നത്? സിംഹം. കണ്ടോ? സിംഹ്. ഇതാണ് അഞ്ചാമത്തെ ചിത്രം. ഇനി അടുത്തതായിട്ട് ചിത്ര പഹ്ചാനെ ഓർ ലിഖേം എന്ന ചോദ്യമാണ്. ഇവിടെ ചിത്രം തന്നത് കുട, പിന്നെ പൂച്ച, ബലൂണ്, തക്കാളി, ഇല. ഇത്രയാണ് ചിത്രം തന്നിരിക്കുന്നത്. അപ്പൊ ടമാട്ടർ എന്ന് പറഞ്ഞാൽ തക്കാളിയാണ്. തക്കാളിക്കാണ് ടമാട്ടർ എന്ന് പറയാ. ഗുബ്ബാര, ഗുബ്ബാര പറഞ്ഞ ബലൂണാണ്. ഗുബ്ബാര പറഞ്ഞ എന്താണ്? ബലൂണാണ്. ബലൂണാണ് ഗുബ്ബാര. ബില്ലി എന്ന് പറഞ്ഞാൽ പൂച്ചയാണ്. ബില്ലി. ബില്ലി എന്ന് പറഞ്ഞാൽ പൂച്ച. ചത്തരി എന്ന് പറഞ്ഞാൽ എന്താണ്? കുടയാണ്. കുടയാണ് ചത്തരി. ചത്തരി പറഞ്ഞ കുട. പിന്നെ എന്താണ്? പത്ത. പത്ത പറഞ്ഞാൽ എന്താണ്? പത്ത എന്ന് പറഞ്ഞാലാണ് ഇല. പത്ത എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലയാണ് പത്ത. ഓക്കെ, അപ്പൊ എഴുതിയ നോക്കാം. ചത്തരി, ബില്ലി, ഗുബ്ബാര, ടമാട്ടർ, പത്ത. ഓർഡർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ചത്തരി ഒന്നാമത്തത് കുട, രണ്ടാമത്തത് പൂച്ച, മൂന്നാമത്തത് ബലൂണ്, നാലാമത്തെ തക്കാളി, അഞ്ചാമത്തത് ഇല. ചത്തരി, ബില്ലി, ഗുബ്ബാര, ടമാട്ടർ, പത്ത. ഓക്കെ, അപ്പൊ അത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്. എല്ലാവരും ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.